الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون صدق الله مولانا العظيم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا محمد. പ്രിയപ്പെട്ട പണ്ഡിതന്മാര്, പ്രിയപ്പെട്ട കാരണവന്മാർ, സഹോദരി സഹോദരന്മാർ, സുദീർഘമായി സംസാരിക്കുന്നില്ല. മൂസ സഖാഫി നമ്മോട് വിശദമായി സംസാരിച്ചു. ഞാനിന്ന് 2-3 ദിവസങ്ങളായി രാത്രിയിലൊക്കെ ഒരുപാട് ഉറക്ക് നഷ്ടപ്പെട്ട് ഇന്ന് വളരെ ക്ഷീണിതനും. കുട്ടികളുടെ ദർസൊന്നും കൂടുതൽ നടന്നിട്ടില്ല. കുറച്ചും കൂടി സമയം അവിടെ കിട്ടി 1-2 ദിവസം കൂടി എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ നിന്ന് സമയം വൈകിപ്പോയതാണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒരല്പം ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അത് സംസാരിച്ചാൽ വളരെ നീണ്ട് വളരെ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. സൗകര്യം പോലെ മറ്റ് ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് ഉണർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് ഇവിടത്തെ ജീവിതം അതൊരു സ്ഥിരതയുള്ള ജീവിതം അല്ല. ഇവിടത്തെ ജീവിതത്തിന് ഒരല്പ സമയത്തെ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. ഇവിടത്തെ സുഖദുഃഖങ്ങൾക്ക് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയാണ് അള്ളാഹു വച്ചിട്ടുള്ളത്. ഏതു വലിയ സുഖത്തിനും ഇവിടെ നിലനിൽപ്പില്ല. ഒരു പണക്കാരൻ അവൻ ആ പണക്കാരനായ സ്ഥിതിയിൽ എന്നും നിലനിന്നുകൊള്ളണമെന്നില്ല. പാവപ്പെട്ട മനുഷ്യൻ ഒരു കാലത്ത് അവനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നാട്ടിലെ ഏതെങ്കിലും മുതലാളിയുടെ സമീപത്തേക്ക് ചെന്നെങ്കിൽ മാത്രമേ ഭക്ഷണം കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അവന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ അവനാണ്. ഈ രൂപത്തിൽ അല്ലാഹു വലിയ മാറ്റങ്ങൾ മനുഷ്യരിൽ, മനുഷ്യന്റെ അവസ്ഥകളിൽ എന്നല്ല നാടുകളിൽ തന്നെ വലിയ മാറ്റങ്ങൾ അല്ലാഹു വെച്ചിരിക്കുകയാണ്. ഇത് ദുനിയാവിന്റെ അവസ്ഥയാണ്. ദുനിയാവ് അത് ഏതു രൂപത്തിലും ഏതു സമയത്തും പല രൂപങ്ങളിലായി മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അൽ ആലമു മുതഗയ്യിറുൻ, ആലം പകർച്ച വരുന്ന ഒന്നാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു. ഇത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, വളരെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളുടെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ ഒരു കാലത്ത് ഉമ്മയുടെ വയറ്റിൽ ചെറിയ മക്കളായി ഉമ്മയുടെ വയറ്റിൽ കഴിഞ്ഞവരായ നമ്മൾ ആ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയം മുതൽ നമ്മുടെ അവസ്ഥക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുപോയി. പിന്നീട് ഓരോ ദിവസങ്ങളും ഓരോരോ മാസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിയും തോറും നമ്മുടെ ശരീരത്തിന് വലിയ മാറ്റങ്ങൾ വന്നുപോയി. നമുക്ക് വലിയ വ്യത്യാസങ്ങൾ പല നിലക്കും വന്നുപോയി. ഇത് മനുഷ്യനിക്ക് അള്ളാഹുവാകുന്ന യജമാനനെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു വെച്ചുകൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
ഇത് മഹാന്മാര് വളരെ കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ഇപ്പോൾ മുതിരുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് പകർച്ച വരുന്ന വസ്തുക്കൾക്ക് മുഴുവനും സ്ഥിരതയില്ലാത്ത അവസ്ഥയാണ് ഇവിടെ അള്ളാഹു വെച്ചിട്ടുള്ളത്. എന്തൊക്കെ പകർച്ചയാകുന്നുണ്ടോ, പകർച്ച വരുന്ന വസ്തുക്കൾ മുഴുവനും ഇവിടെ നിലനിൽപ്പില്ലാത്തതാണ്. ഇവിടെ പകർച്ച വരാത്ത, മാറ്റങ്ങൾ വരാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. അവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുവിനക്ക് മാറ്റങ്ങളില്ല. അല്ലാഹു സ്ഥലകാല അതീതനാണ്. അവൻ ഒരു സ്ഥലത്ത് കയറിയിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അവൻ മുകളിലാണെന്ന് പറയാൻ പാടില്ല. അവൻ താഴെയാണെന്ന് പറയാൻ പാടില്ല. അപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കും, എന്തിനാണ് മുകളിലേക്ക് കൈ ഉയർത്തുന്നത്? നമ്മൾ കൈ ഉയർത്തുന്നത് മുകളിലേക്കാണല്ലോ. അത് ആ ചോദിക്കുന്നവരോട് തിരിച്ചു നമുക്ക് ചോദിക്കാം, നിസ്കാര സമയത്ത് നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുന്നത് കഅബയിലേക്കല്ലേ? കഅബയിലാണോ അല്ലാഹു ഉള്ളത്? അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതേപോലെ നിസ്കാരത്തിൽ നാം കഅബയെ ഖിബ്ലയാക്കി നിസ്കരിക്കുന്നത് പോലെ ദുആഇന്റെ ഖിബ്ലയാണ് ഈ മുകൾ ഭാഗം എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ഇതുകൊണ്ട് തന്നെ അല്ലാഹുവാകുന്ന യജമാനൻ, ആ യജമാനനെപ്പറ്റി സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്ന ഒരു വിശ്വാസമോ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളോ റബ്ബിനെപ്പറ്റി പറയാൻ പാടുള്ളതല്ല. എന്തിനേറെ പറയുന്നു ഇവിടുത്തെ പുത്തൻ ചിന്താഗതിക്കാർ, അവര് പറഞ്ഞ് റബ്ബിന് കൈയുണ്ട്, കാലുണ്ട്, റബ്ബ് ഇറങ്ങുന്നവനാണ്, കയറുന്നവനാണ്, അവൻ ഓടുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് റബ്ബിനെ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളോട് തുല്യപ്പെടുത്തുന്നു. ഇതിനെപ്പറ്റി ഇമാം ഗസാലി തന്റെ ഇൽജാമുൽ അവാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഈ രൂപത്തിൽ അല്ലാഹുവിനെ പറ്റി വിശ്വാസം പുലർത്തുന്ന ആളുകൾ അവനൊരു ബിംബാരാധന നടത്തുന്ന മനുഷ്യനോട് തുല്യമാണ്. ഓ സഹോദരന്മാർ, ഇത് ഞാൻ എന്തിനു പറഞ്ഞു? ഇവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ചിന്ത പോകേണ്ടത് ഏത് സമയത്തും ബാക്കിയുള്ള, ഇവിടെയുള്ളതും ഇവനും നശിച്ചു പോയാലും നശിക്കാതെ ബാക്കിയുള്ള, എന്നും സ്ഥിരമാകുന്ന, കാലങ്ങളെ കൊണ്ട് മാറ്റങ്ങൾ വരാത്ത, എത്ര വലിയ ചൂട് വന്നാലും അതുകൊണ്ടും പ്രശ്നമില്ലാത്ത, ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരാത്ത, ഒരു പ്രയാസവും അനുഭവിക്കേണ്ടി വരാത്ത ഒരാളുണ്ടെങ്കിൽ അതാരാണ്? അല്ലാഹു മാത്രമാണ്. ഇവിടെ ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ആ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയാനാണ് ഇങ്ങനെ ഒരു സംവിധാനം അല്ലാഹു വെച്ചത്. ഇവിടെ വെറുതെ ഇതങ്ങ് ഉണ്ടായതല്ലല്ലോ. ഇതിന്റെ പിന്നിൽ ഒരുപാട് പറയാനുണ്ട്. ആരിഫീങ്ങളും ഔലിയാക്കളും അതല്ലേ ചിന്തിച്ചത്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. ഇവിടെ വിജയിച്ച വിഭാഗം ജനങ്ങൾ അവരാരാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ഔലിയാക്കൾ അവരെപ്പോഴും അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചവരാണ്. അവരെ പറയുന്നത് മുഴുവനും റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്ന വാക്കുകളാണ്. അവര് പ്രവർത്തിക്കുന്നത് മുഴുവനും റബ്ബിനിക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളാണ്. നിങ്ങൾക്കറിയില്ല, ഈ മാസത്തിലാണല്ലോ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. ഈ മാസത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. അതുപോലെ തന്നെ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ വഫാത്തും നടന്നത് ഈ മാസമാണ്. ഈ മഹാന്മാരെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരന്മാരെ, മഹാനായ സിയം വലിയുള്ളയെ അവിടത്തെ ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാം സിയം വലിയുള്ളയുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ പലരിൽ നിന്നും രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാം. അതിൽപ്പെട്ട ഒന്നാണ് സിയം വലിയുള്ളായി തങ്ങളെ പ്രസവിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഉമ്മ ഗർഭിണിയായ സമയത്ത് തന്നെ ഉപ്പ കുഞ്ഞിമായി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, ആ ഉപ്പക്ക് പ്രത്യേകമായ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ
പല കാര്യങ്ങളും സന്തോഷ വാർത്തകൾ അറിയിച്ചിരുന്നു. അതെന്താണ്? ചില മഹാന്മാരുടെ പ്രത്യേകമായ സന്തോഷ വാർത്തകൾ അറിയിക്കുകയാണ്. അതെന്താണ്? ചരിത്രങ്ങളിൽ കാണുന്നു. ഒന്ന്, മഹാനായ കുഞ്ഞിമായി മുസ്ലിയാരോട് പറയുന്നു, നിങ്ങൾക്കൊരു മഹാനായ വലിയ പദവിയുള്ള ഒരു കുട്ടിയെ അല്ലാഹു നൽകും. അവിടുന്ന് വല്ലാതെ സന്തോഷിച്ചു. അവിടുന്ന് അതാ ഈ കാര്യം മനസ്സിൽ വെച്ചിങ്ങനെ നടക്കുകയാണ്. പിന്നീട് ഒരു ദിവസം ഒരു മഹാനെ കാണാൻ ചെന്നു, ഒരു വലിയ മഹാനെ കാണാൻ ചെന്നു. നേരത്തെ മനാമിലൂടെ വന്നിട്ട് അതാ പറഞ്ഞുകൊടുത്ത ആ വ്യക്തി തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകും. ആ കുട്ടിക്ക് നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്നാണ് പേര് വെക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഉപ്പയതാ ഇതും കേട്ടുകൊണ്ട് ഉപ്പയതാ ഒരു മഹാനെ സന്ദർശിക്കാൻ പോകുന്നു. സന്ദർശിക്കാൻ വേണ്ടി അവിടെ ചെന്നതേയുള്ളൂ. ചെന്ന ഉടനെ തന്നെ മഹാനായ കുഞ്ഞിമായി മുസ്ലിയാരോട് ഈ ശൈഖ് പറയുന്നു, നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടിയുടെ പേര് എന്റെ പേരായിരിക്കണം. നേരത്തെ പറഞ്ഞിരുന്നു മുഹമ്മദ് അബൂബക്കർ എന്ന പേരാണ് കുട്ടിക്ക് ഇടേണ്ടത്. ഈ ശൈഖ് പറയുന്നു, എന്റെ പേരാണ് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഇടേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ ഈ ശൈഖിന്റെ പേരെന്താണ്? മുഹമ്മദ് അബൂബക്കർ എന്നാണ്. അങ്ങനെ ഈ പേര് ഇടണം എന്ന ഉദ്ദേശത്തോടു കൂടി ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം അതാ മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളുടെ ഉപ്പ ഒരു വഅദിന് വേണ്ടി പോകുന്നു. വഅദിന് വേണ്ടി പോകുന്ന സമയത്തല്ലേ, ഓ സഹോദരന്മാരെ, വഅദിന് വേണ്ടി പോകുന്ന സമയത്ത് ആരോ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. അവിടുന്ന് ഓടിച്ചെന്നു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, സി.എം. വലിയുല്ലാഹി തങ്ങളുടെ ഉപ്പ വല്ലാതെ സന്തോഷത്തോടെ ചെന്നപ്പോൾ പറഞ്ഞതുപോലെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. ഓടിച്ചെന്നിട്ടോ നോക്കുന്ന സമയത്ത് ആൺകുട്ടിയാണ്. കുട്ടിക്ക് മുഹമ്മദ് അബൂബക്കർ എന്ന പേരിട്ടു. പിന്നീട് സി.എമ്മിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ളവർക്ക് വ്യത്യസ്തമായ ജീവിതമാണ്. വലിയ വലിയ അത്ഭുതങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കേരളക്കരയിൽ ഒരു വലിയ മുന്നേറ്റം ഇവിടെ സുന്നത്ത് ജമാഅത്തിനുണ്ടായിട്ടുണ്ടല്ലോ. കുറഞ്ഞ കാലങ്ങൾക്ക് ശേഷം, 80കൾക്ക് ശേഷം, അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ 85കൾക്ക് ശേഷം വലിയ മുന്നേറ്റം ഉണ്ടായല്ലോ. ഇതെല്ലാം നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് മഹാനായ സി.എം. വലിയുള്ളാഹി തങ്ങൾ. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഈ അടുത്ത് മമ്പുറത്ത് വെച്ച് ഞാൻ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. ഞാനിപ്പോ പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സി.എം. വലിയുള്ളാഹി തങ്ങളതാ അവിടുന്ന് ചെറുപ്പത്തിൽ തന്നെ മറ്റു കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത്, കളിയുടെ പ്രായമാണല്ലോ, സി.എം. വലിയുള്ളാഹി തങ്ങൾ കളിപ്രായത്തിൽ കളിക്കാൻ പോകുന്നില്ല. എല്ലാവരും കളിക്കുന്ന ടൈമിൽ സി.എം. വലിയുള്ളാഹി തങ്ങൾ മറ്റു ചിന്തകളിലാണ്. അതെന്താണെന്നറിയുമോ? ഇവിടെ ജീവിച്ചുപോയ ആരിഫീങ്ങൾ, ഇവിടെ ജീവിച്ചുപോയ മഹാന്മാര്, അവരെ ചിന്തയെപ്പോഴും റബ്ബിന്റെ പൊരുത്തം കിട്ടണേ, റബ്ബിന്റെ തൃപ്തി ലഭിക്കണേ എന്നുള്ള വലിയ ചിന്തയിലാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അവരെ മനസ്സു പോകുന്നത് ഈ രൂപത്തിലുള്ള ചിന്തകളിലാണ്. കളിപ്രായത്തിൽ അവർ കളിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സി.എം. വലിയുള്ളാഹി തങ്ങൾ പിന്നീട് പഠന രംഗത്ത് വരുന്നു. പഠിക്കുമ്പോ മറ്റുള്ളവരെ പോലെയല്ല, പഠനത്തിൽ വല്ലാത്ത താല്പര്യമാണ്. പഠിക്കുന്ന വിഷയങ്ങളിലൊക്കെ വല്ലാത്ത കഴിവാണ് അവിടെ നിന്ന് നേടിയെടുത്തത്. വലിയ കഴിവ് നേടിയെടുത്തു. മാത്രമല്ല, വെല്ലൂരിൽ പോയി ബാക്കിയാത്തിൽ നിന്ന് ബിരുദം നേടി വന്നു. ഒരു കൊല്ലം മടവൂരിൽ തന്നെ മുദരിസായി സേവനം ചെയ്തു. പിന്നീട് മാനവരുടെ അവസ്ഥക്ക് മാറ്റം സംഭവിച്ചു. അവിടുത്തെ വലിയ ശൈഖാണ് പുലിമൈദീൻ സാഹബ് എന്ന് പറയുന്ന വലിയ മഹാൻ. ഞാനതിലേക്ക് വിശദമായി കടക്കുന്നില്ല.
പുലി മൊയ്തീൻ സാഹബി എന്ന് പറയുന്ന ഈ വലിയ ശൈഖ് അവറുകൾ മഹാനായ CM വലിയുള്ളാഹി തങ്ങളുടെ പ്രധാന ശൈഖാൻ. മൂപ്പർക്ക് പുലി മൊയ്തീൻ എന്ന പേര് പറയാനുള്ള കാരണം എപ്പോഴും മൂപ്പര് ഈ ഒരു പുലിയുടെ തോല് ധരിച്ചിങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് മൂപ്പർക്ക് പുലി മൊയ്തീൻ എന്ന പേര് പറയാനുള്ള കാരണം എന്നാണ് പലരും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. മാത്രമല്ല മൂപ്പരാണെങ്കിലോ നഖ്ശബന്ദി ത്വരീഖത്തിന്റെ വലിയ ശൈഖാണ്. അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ ഒരു പ്രത്യേകമായ ഒരു രീതികൾ, ഒരു വഴികൾ മഹാന്മാരായ ഔലിയാക്കൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനാണ് ത്വരീഖത്ത് എന്നൊക്കെ പറയുന്നത്. പല രൂപത്തിലുള്ള വഴികളാണ്, ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ നിന്ന് ചില മഹാന്മാര് തെരഞ്ഞെടുത്ത വഴികൾ, അവർ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള പ്രത്യേകമായ ആ രീതികൾ അവർ തെരഞ്ഞെടുത്തു. ആ റൂട്ടിലൂടെ അവർ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഖാദിരിയ ത്വരീഖത്തും. അങ്ങനെ ഒരുപാട് ത്വരീഖത്തുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് CM വലിയുള്ളാഹി തങ്ങൾ അവിടത്തെ ശൈഖുമായി വലിയ ബന്ധം സ്ഥാപിക്കുന്നു. രണ്ടുപേരും ഒരു തവണ കണ്ടപ്പോൾ തന്നെ വലിയ ബന്ധമായി. രണ്ടുപേരുടെ മനസ്സ് വല്ലാതെ അടുത്തുപോയി. 2 ദിവസം ശൈഖ് അവറുകളോടുകൂടെ CM വലിയുള്ളാഹി തങ്ങൾ ജീവിക്കുകയാണ്. ഈ ജീവിതത്തിൽ വലിയ ബന്ധം വന്നുപോയി. ഈ ബന്ധം അങ്ങ് വന്നപ്പോൾ CM വലിയുള്ളാഹി തങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നുപോയി. വീണ്ടും അവിടുന്ന് തിരിച്ചുപോയിട്ട് വീണ്ടും വരുന്നു. ഒരുപാട് ദിവസങ്ങൾ വീണ്ടും താമസിക്കുന്നു കൂടെ. ഈ സമയത്ത് രാത്രിയിലൊക്കെ നീണ്ട ഇബാദത്താണ്. രാത്രിയിലൊക്കെ ഒരുപാട് സമയത്തെ വലിയ വലിയ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരുന്ന പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെ ചിന്തിച്ച് ജീവിച്ച് അവസാനം ഈ മഹാനായ പുലി മൊയ്തീൻ സാഹബ് എന്ന് പറയുന്ന മഹാന്റെ ഖബറുള്ളത് ഉള്ളാളത്ത് ചെന്നാൽ നമുക്ക് കാണാം. ഉള്ളാളം ദർഗയുടെ പരിസരത്തൊരു ചെറിയ ഷെഡുണ്ട്. ആ സീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഷെഡിനുള്ളിലാണ് ബഹുമാനപ്പെട്ട പുലി മൊയ്തീൻ സാഹബ് എന്ന് പറയുന്ന വലിയ മഹാന്റെ ഖബറുള്ളത്. ഉള്ളാളത്തേക്ക് സിയാറത്തിന് പോയ സമയത്ത് കൂടെ CM വലിയുള്ളാഹി തങ്ങളുണ്ട്. രണ്ടുപേരും സിയാറത്ത് കഴിഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ശൈഖ് അവറുകൾ CM വലിയുള്ളയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ് അവിടെ വെച്ച് വഫാത്താകുന്നത്. അങ്ങനെ പിന്നീട് മഹാനായ CM വലിയുള്ളാഹി തങ്ങളതാ അവിടുന്ന് പിന്നീട് മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയാണ്. മഹാനവറുകൾ അതാ ദുനിയാവിനെ കുറിച്ച് പൂർണ്ണമായും ചിന്തകളിൽ നിന്നൊക്കെ മാറി നിന്നു. കാടുകളിലൂടെ, വലിയ വനങ്ങളിലൂടെ, ആ ജനവാസമില്ലാത്ത ഭാഗങ്ങളിലൂടെ നടക്കുകയാണ്. ആനകളോടുകൂടെയും വന്യമൃഗങ്ങളോടുകൂടെയും ശൈഖ് അവറുകൾ സഞ്ചരിക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ അന്നൊക്കെ ഉണ്ടായി. അവിടെ നിന്നിങ്ങനെ വയനാടിന്റെ വലിയ 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 കാട്ടിലൂടെ അവിടെ നിന്നതാ വലിയ കാട്ടാന കൂട്ടത്തിലൂടെ സഞ്ചരിക്കുന്നു. ശൈഖ് അവറുകൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്തിനേറെ പറയണം. ഈ സഞ്ചാരവേളയിൽ പല സ്ഥലത്തും സുജൂദിൽ കടന്നിട്ടുണ്ട്. പല സ്ഥലത്തും അവിടുന്ന് പ്രത്യേകം ഇബാദത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളൊക്കെയാണ് പിന്നീട് ഇവിടത്തെ ഒരുപാട് ദീനിയായ വലിയ വലിയ ദീനിന്റെ കേന്ദ്രങ്ങളായി മാറിയ മർക്കസുസ് സഖാഫത്തി സുന്നിയ അടക്കമുള്ള സ്ഥാപനങ്ങൾ. ഈ എത്ര പള്ളികളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന ഇവരൊക്കെ ജീവിച്ചത് എന്തിനാണ്? റബ്ബിനെ തൃപ്തിപ്പെടുത്താനും അവന്റെ പൊരുത്തം സമ്പാദിക്കാനുമാണ്. നമ്മളും അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇവിടത്തെ ജീവിതം അത് നശ്വരമായ ജീവിതമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അവിടെ നിന്നതാ ജാബിർ ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്ന സ്വഹാബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖതബന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഒരു ദിവസം ഖുതുബ ഓതി ഞങ്ങൾക്ക് പ്രഭാഷണം നടത്തി തന്നു. ആ സമയത്ത് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹി ഖബ്ല അൻ തമൂതൂ, ഓ ജനങ്ങളെ, നിങ്ങൾ മരണത്തിന്റെ മുമ്പ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ സംഗതിയാണ്.
തൗബ ചെയ്യാനുള്ളൊരു മനസ്സ് ഒരു മനുഷ്യനിക്ക് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. എല്ലാവർക്കും വന്നുകൊള്ളണമെന്നില്ല. ഈ അടുത്ത് എന്നോടൊരു അറബി സഹോദരനെ പറ്റി പറഞ്ഞു. ആ സഹോദരൻ പറഞ്ഞു, ഹക്കും ബാത്തിലുമില്ലാതെ ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങളെ കാശും ഞങ്ങളെ സമ്പാദ്യമൊക്കെ നിങ്ങൾ പിടിച്ചടക്കിയാൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പോ അറബിയായ ഈ സുഹൃത്ത് പറഞ്ഞു, എടോ ഹക്കും ബാത്തിലുമൊക്കെ ഇനി വരാൻ പോകുന്ന ലോകത്തല്ലേ, ഇവിടെ ഇപ്പൊ അത് പറയേണ്ട സ്ഥലമല്ലടോ എന്ന് പറഞ്ഞ് ഈ ജോലിക്കാരനെ മർദ്ദിച്ച സംഭവം എന്നോട് പറഞ്ഞു. അള്ളാഹു ആ പാവപ്പെട്ട സഹോദരന് കിട്ടാനുള്ള കാശുകളൊക്കെ തിരിച്ചു കൊടുക്കുമാറാവട്ടെ. ഓ സഹോദരന്മാരെ, ഹക്കും ബാത്തിലും ചിന്തിക്കേണ്ട ലോകം ഇതാണ്. ഇനി അവിടെ ചെന്നാല് പിന്നെ ഹക്കും ബാത്തിലും നോക്കേണ്ടതില്ല. അവിടെ ഇവിടെ ഹക്ക് പ്രവർത്തിച്ച് ജീവിച്ചവർക്ക് അവിടെ വലിയ സന്തോഷമാണ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, തൂബൂ ഇലല്ലാഹി ഖബ്ല അൻ തമൂതു, മരണപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങണം. അതാണല്ലോ ഒരാള് മരണത്തിനെ ഓർത്താൽ. ഇമാം ദഖ്ഖാഖ് തങ്ങൾ പറഞ്ഞു, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്റെ തദ്കിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ മരണത്തിനെ ഓർത്താൽ മൻ അക്തറ മിൻ ദിക്രിൽ മൗതി, ആരെങ്കിലും മരണത്തിനെ ഓർത്തു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവർ എത്ര ആളുകൾ മരണപ്പെട്ടുപോയി, ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല. ഈ അടുത്തല്ലേ ഒരു ചെറുപ്പക്കാരൻ അബ്ദുർ റഷീദ് എന്ന് പറയുന്ന നെല്ലിപ്പറമ്പിലുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയില്ലേ? തലേ ദിവസം നമ്മുടെ പരിസരത്ത് ജോലി ചെയ്തിരുന്നില്ലേ? തലേ ദിവസം നമ്മോട് സംസാരിച്ചിരുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഓർത്താൽ നമ്മളും നെട്ടലോടെയാണ് അതൊക്കെ ഓർക്കുക. അല്ലാഹു ആ ചെറുപ്പക്കാരന് വലിയ സന്തോഷം ബർസഖിയായ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. എത്ര വലിയ സ്ഥാനമുള്ളവനാണെങ്കിലും, എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ പവറുള്ളവനാണെങ്കിലും മരണം എത്തിയാൽ അവിടെ അനുസരിച്ച് നിന്നുകൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഈ യാഥാർത്ഥ്യത്തിനെപ്പറ്റി എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അത് ഓർക്കുമ്പോഴാണ് നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ വരികയുള്ളൂ. ഇന്ന് നമുക്ക് നിസ്കാരം ഒരുപക്ഷെ നീണ്ടുപോയാൽ ഇമാമിനോട് വെറുപ്പ് തോന്നും. അതല്ലെങ്കിൽ വഅദ് ഒരുപക്ഷെ ദീർഘിച്ചു പോയാൽ വഅദ് പറയുന്ന വ്യക്തിയോട് ഒരുപക്ഷെ വെറുപ്പ് വന്നേക്കാം. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളോടൊക്കെ വെറുപ്പ് വന്നേക്കാം. മാത്രമല്ല, റമദാനിലൊക്കെ നോമ്പ് നോറ്റ് ഒരൽപ്പം ക്ഷീണം വന്നുപോയാൽ റബ്ബിനെ ശകാരിക്കുന്നവര്, റബ്ബിനെ ആക്ഷേപിക്കുന്നവര്, ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായതുകൊണ്ടാണ്. ഇമാം ദഖ്ഖാഖ് തങ്ങൾ പറയുന്നു, മൻ അക്തറ മിൻ ദിക്രിൽ മൗതി, ഒരാള് മരണത്തിനെ ഓർക്കലിനെ പെരുപ്പിച്ചാൽ ഉക്രിമ ബി തലാദത്തി അശിയാ, 3 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹ് അവനെ ആദരിക്കും, 3 കാര്യങ്ങളെ കൊണ്ട് അവനെ ബഹുമാനിക്കപ്പെടും. ഓ സഹോദരന്മാരെ, എന്താണ് 3 കാര്യം? ഒന്ന് തഅജീലു തൗബ, ഒന്ന് തൗബ പെട്ടെന്ന് ചെയ്യാനുള്ള മനസ്സ് വരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മൾ തൗബ ചെയ്യണം. മുത്തുനബി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവിടത്തെ വക്കുന്നൊരു നല്ലതിന്റെ മാറ്റം പോലും സംഭവിക്കൂല, ഒരു സൂഉൽ അദബ് പോലും സംഭവിക്കാത്ത ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഒരു സദസ്സിലങ്ങ് ഇരുന്നാൽ അവിടെ നിന്ന് എണീക്കുന്നതിന്റെ മുമ്പ് 70 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അതല്ലെങ്കിൽ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുമെന്നൊക്കെ ഹദീസിൽ കണ്ടതല്ലേ? ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് വലിയ പാഠങ്ങൾ ഇതിൽ ഉണ്ട്. എപ്പോഴും തൗബ ചെയ്യണം. എപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട്, പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിലും ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് പൊട്ടിക്കരയണം. സഹോദരന്മാരെ, ഇത് നമുക്ക് വരുന്നുണ്ടോ? ഇത് ഈമാന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഈമാനുള്ളവർക്കേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. അതാണ് പറഞ്ഞത്, ഒന്ന് തൗബ പെട്ടെന്ന് ചെയ്യാനുള്ള മനസ്സ് വരും. ചില ആളുകളൊക്കെ മനസ്സിലാക്കി 40 കഴിഞ്ഞ് ഒരു പള്ളിന്റെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാലം വരുമ്പോ തൗബ ചെയ്യാം.
ഓ ചെറുപ്പക്കാരെ, ആ വിചാരം തെറ്റാണ്. ഇവിടെ ചെറുപ്പം വലുപ്പം മരണത്തിനില്ലല്ലോ. ഏത് മനുഷ്യരും എപ്പോഴും മരണപ്പെടാം. ചെറിയ മക്കൾ കണ്ടിട്ടില്ലേ മരിച്ചു പോകുന്നത്? നമ്മുടെ മൂച്ചിയിലേക്ക് നമ്മൾ നോക്കിയിട്ടില്ലേ? ചെറിയ കായകൾ ചിലപ്പോൾ അത് താഴെ വീണുപോകാറില്ലേ? അതുപോലെ തന്നെ അച്ചിങ്ങങ്ങൾ താഴെ വീണുപോകാറില്ലേ? മൂപ്പത്തുന്നതിന്റെ മുമ്പ് പല അതിനെ നശിപ്പിക്കുന്ന ജീവികളൊക്കെ വന്നിട്ട് അതിനെ നശിപ്പിച്ച് അത് കേടുവന്ന് താഴെ വീണു പോകുന്നത് കണ്ടിട്ടില്ലേ? ഈ ഇളനീറിന്റെ പ്രായത്തിൽ വെട്ടിയെടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതൊക്കെ വലിയ പാഠമാണ് സഹോദരന്മാരെ. വലിയ ചിന്ത നമുക്ക് വരാൻ വേണ്ടി അള്ള സംവിധാനിച്ച സംവിധാനങ്ങളാണ്. ഇതേപോലെ മനുഷ്യരെ കൂട്ടത്തിൽ വലിയ പ്രായമെത്തിയിട്ട് മരിച്ചു പോകുന്നവരുണ്ട്, ചെറുപ്രായത്തിൽ മരിച്ചു പോകുന്നവരുണ്ട്, ചെറിയ പ്രായത്തിൽ തന്നെ അതാ വലിയ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്. തിരുവനന്തപുരത്തുനിന്ന് ചെന്നു നോക്കിയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വിഭാഗത്തിൽ ഒന്ന് ചെന്നു നോക്കിയാൽ സഹോദരന്മാരെ വല്ലാതെ അത്ഭുതം, നമ്മൾ വിഷമിച്ചു പോകും. ചെറിയ മക്കളൊക്കെ തലയുടെ മുടിയൊക്കെ മുണ്ടനം ചെയ്തിട്ട് അവരതാ ഒന്നും അറിയാതെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ. ഓ സഹോദരന്മാരെ, അവിടെ നടക്കുന്നത് കാണുമ്പോ മനസ്സ് പൊട്ടുകയല്ലേ? റബ്ബ് നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഇന്ന് എത്ര രോഗങ്ങളാണ്! ഒരു ഭാഗത്ത് കോളറ പ്രത്യക്ഷപ്പെട്ടു പോയില്ലേ? നാട്ടില് മുഴുവനും പനിയല്ലേ? നാട്ടില് മുഴുവനും ഡോക്ടേഴ്സിനെ കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങളല്ലേ? മനുഷ്യര് ചിന്തിക്കുന്നില്ലല്ലോ, ഇത് റബ്ബിന്റെ പരീക്ഷണമാണെന്ന് ഓർക്കുന്നില്ലല്ലോ. മനുഷ്യന് ചിന്തിക്കുന്നത് ആർഭാടങ്ങളോടെ ജീവിതമല്ലേ? ആർഭാടമുള്ള ജീവിതമല്ലേ? വലിയ ആർഭാടമുള്ള കല്യാണ സദസ്സുകളല്ലേ? അനാശാസ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അതിനെ പ്രശംസിക്കുന്ന കാലഘട്ടമല്ലേ? തമ്മാടിത്തരങ്ങളെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാലഘട്ടമല്ലേ? പള്ളിയിലെ ആലിമിനെ നിസാരപ്പെടുത്തുന്ന കാലഘട്ടമല്ലേ? റസൂലുള്ള പഠിപ്പിച്ചതല്ലേ വൽ ആലിമു യുഹ്ഖർ, ആലിമിനെ നിസാരമാക്കപ്പെടുന്ന കാലമല്ലേ? രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിട്ട് അതല്ലെങ്കിൽ മറ്റു പല വിദ്വേഷങ്ങളും വെച്ചിട്ട് പണ്ഡിതന്മാരെ നിസാരവൽക്കരിക്കുന്ന കാലമല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ കാലം വന്നാൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഇത്തരത്തിലുള്ള രോഗങ്ങളാണ് കേട്ടോ. ഇമാം ഗസാലി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടത്തെ പല റിസാലകളിലും വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയുന്ന ജനങ്ങളെ സ്വഭാവം നമുക്കുണ്ടാകണം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ വിനയത്തോടെ നടന്നവർ, ഭൂമിയിൽ മറ്റുള്ളവരെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാതെ നടന്നവർ, ഭൂമിയിൽ മറ്റുള്ളവരെ നിസാരവൽക്കരിക്കാതെ നടന്നവർ, മറ്റുള്ളവരെ ഇൻസൾട്ടാക്കി സംസാരിക്കാതെ നടന്നവർ, ഇവരല്ലേ ഔലിയാക്കൾ. എത്ര ഔലിയാക്കളാണ്! മഹാന്മാരായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളെ പോലോത്ത വലിയ മഹാന്മാര്. എന്താണ് സഹോദരന്മാര് അവരെ ജീവിതത്തിൽ തെറ്റിനെ കുറിച്ച് ചിന്തിക്കാത്ത മഹാന്മാർ, തെറ്റെന്തെന്ന് പോലും ചിന്തിക്കാത്ത മഹാന്മാര്. നാഗൂരിൽ മറകൊട്ട് കിടക്കുന്ന ഷാഹുൽ ഹമീദ് തങ്ങൾ, അവിടുത്തെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം. അവിടുന്ന് അതാ ദുനിയാവിന്റെ ചിന്തകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്ന ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങൾ അവിടുന്ന് ഒരു ദിവസം തന്റെ വീട്ടിലെ അവിടുന്ന് താമസിക്കുന്ന വീട്ടിന്റെ മുകളിൽ നിന്ന്
വാരി കാശിന്റെ വലിയ നോട്ടിന്റെ വലിയ കെട്ടുകൾ പുറത്തേക്കിടുന്നു. ആളുകളൊക്കെ വന്നിട്ട് നോട്ടിന്റെ കെട്ടുകളെടുത്തു പോകുന്നു. ജനങ്ങളെ ചിന്ത മുഴുവനും ദുനിയാവിലാണെന്ന് അവിടുന്ന് മനസ്സിലാക്കിപ്പോയി. ആലിമീങ്ങളോ വലിയ മഹാന്മാരോ കിട്ടുന്ന സമയം മുഴുവനും ദീന് നടപ്പാക്കാൻ, ദീനീ പ്രവർത്തനം സജീവമാക്കാൻ ഓടി നടന്നപ്പോ അവരെ കുതിര കയറാൻ നടക്കുന്ന എത്രയോ ആളുകൾ പ്രത്യക്ഷപ്പെട്ടുപോയി. നഊദുബില്ലാഹ്. ഓ എന്റെ ഉമ്മമാരെ, നമുക്ക് സമാധാനം വേണോ? നമുക്ക് വലിയ സന്തോഷമുണ്ടാകണോ? നല്ലൊരു കാലഘട്ടം നമ്മൾ നല്ലൊരു അവസ്ഥ നമ്മൾ പടുത്തുയർത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ്? ഹറാമിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്, തൗബ ചെയ്ത് മടങ്ങുകയാണ് വേണ്ടത്. അല്ലാഹു നമുക്ക് നല്ല മനസ്സ് നൽകട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മെന്നക്ക് തറമിൻ ദിക്റിൽ മൗതി, മരണം ഓർക്കുന്ന വ്യക്തികൾക്ക് ഉക്രിമ ബിതലാതതി അശിയാ, 3 കാര്യങ്ങളെ കൊണ്ട് അവന് ആദരിക്കപ്പെടുന്നു. ഒന്ന്, തൗബ പെട്ടെന്ന് ചെയ്യാനുള്ള മനസ്സ് വരുന്നു. അല്ലാഹു നമുക്കതിനുള്ള മനസ്സ് നൽകട്ടെ. രണ്ടാമത്തേത്, അവന്റെ ഖൽബിന് കഥാ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് വരുന്നു. ഒരൽപ്പം കുറഞ്ഞു പോയതിന്റെ പേരിൽ അതിനു വേണ്ടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെത്ര പേരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ചില ആളുകൾക്ക് വലിയ കണ്ണുകടിയാണ്. എന്റെ വാഹനം ഒരൽപ്പം വില കൂടിയ വാഹനം ഞാൻ വാങ്ങി, എന്റെ തൊട്ട അയൽവാസിയായ സഹോദരൻ അതിനേക്കാളും വിലപിടിപ്പുള്ള വാഹനം വാങ്ങിയപ്പോ എനിക്കൊരു വല്ലാത്ത വിഷമം. എന്റെ വാഹനമല്ല ഇന്നേ വരെ നാട്ടിലേറ്റവും വിലപിടിപ്പുള്ള വാഹനം. ആ വാഹനത്തിനേക്കാളും വലിയ വാഹനം വാങ്ങാൻ എന്റെ അയൽവാസി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനെപ്പറ്റി എതിർക്കുകയും അവന്റെ വാഹനത്തിനെപ്പറ്റി കൊച്ചാക്കി കുറവാക്കി കാണിക്കുകയും ചെയ്യുന്ന മനസ്സുള്ള എത്ര ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നല്ല ചിന്തയല്ല. മരണം ഓർക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ചിന്ത ഒരിക്കലും വരില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. നമുക്ക് ഒരൽപ്പം കുറഞ്ഞാലും പടച്ച റബ്ബ് ഇത് നൽകിയല്ലോ എന്ന് ചിന്തിക്കണം. മൂന്നാമത്തത്, വനശാത്തിൽ ഇബാദത്തുകളിൽ വലിയ ആവേശം വരലാണ്. നിസ്കാരത്തിൽ വലിയ ശ്രദ്ധയാണ്. രാത്രിയൊക്കെ എണീറ്റ് ഖുർആനോദാൻ എന്ത് താല്പര്യമാണ്. നേരം വെളുത്താൽ എത്ര ആളുകളുണ്ട്. സുബഹിയുടെ അവ്വൽ വക്തിൽ തന്നെ പത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന എത്ര പേരുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഇത്ര കാലമായിട്ട് പാരായണം ചെയ്യാനുള്ള മനസ്സ് ഇവനിക്ക് വന്നിട്ടില്ല. മറിച്ച് അവനതാ രാഷ്ട്രീയമായി പ്രഭാഷണം നടത്താൻ, രാഷ്ട്രീയമായ കാര്യങ്ങളെപ്പറ്റി അവനിക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ. രാഷ്ട്രീയമായ അറിവുകൾ അവൻ കരസ്ഥമാക്കാൻ അവൻ പത്രങ്ങൾ വളരെ കൂടുതൽ വായിക്കുന്നവനാണ്. നേരം വെളുത്താൽ അതിരാവിലെ പത്രം വിതരണം ചെയ്യുന്ന കുട്ടിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പള്ളിയിലേക്ക് പോയി നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പല്ല. രാഷ്ട്രീയ വിവരങ്ങൾ അറിയട്ടെ. ഇന്നലെ നടന്ന ഇലക്ഷനിൽ ആർക്കാണ് വിജയം നേടാൻ സാധിച്ചത് എന്നത് അറിയാനുള്ള വലിയ ആഗ്രഹമാണ്. അതല്ലെങ്കിൽ അവനതാ ഫുട്ബോളിൽ ആരാണ് വിജയിച്ചതെന്ന് അറിയാനുള്ള വല്ലാത്ത താല്പര്യമാണ്. എന്നിട്ട് പത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും അവൻ പെട്ടെന്ന് വായിച്ചു തീർക്കുന്നു. പക്ഷേ ഇവൻ ചിന്തിച്ചില്ല, ഈ ആരോഗ്യമുള്ള കണ്ണിന് കാഴ്ചയുള്ള സമയത്ത് അവൻ വായിക്കേണ്ടത്, കണ്ണുകൊണ്ട് നോക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലേക്കല്ലേ. ഓ സഹോദരന്മാരെ, ഇന്ന് എന്റെ പള്ളിയിൽ അഥവാ പുതുപ്പറമ്പിലുള്ള നമ്മുടെ സ്ഥാപനത്തിൽ രാവിലെ നടന്ന അജ്മീർ മൗലിദിൽ
തിരൂരങ്ങാടി ഭാഗത്തുള്ളൊരു വലിയ ഡോക്ടർ വന്നു. ആ ഡോക്ടർ വന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കൂട്ടത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിനെ കാണാൻ പോയിരുന്നു. അല്ലാഹു തആല ബാപ്പു ഉസ്താദിനെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ബാപ്പു ഉസ്താദിന്റെ ആണ്ട് നടക്കുന്ന സമയമാണ്. ഇന്നും ഇന്നലെയും മിനിയാന്നുമായി വളരെ വിപുലമായ സദസ്സുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ബാപ്പു ഉസ്താദിന്റെ അവിടത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ ഒരിക്കൽ ഡോക്ടർ പറഞ്ഞു ബാപ്പു ഉസ്താദിനോട്, നിങ്ങളെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞുപോയി. പക്ഷേ ബാപ്പു ഉസ്താദ് തീരുമാനിച്ചു ഓപ്പറേഷൻ വേണ്ട. ഈ ഡോക്ടറിനോട് പറഞ്ഞു, ഞാൻ ഉസ്താദിനെ കാണാൻ ചെന്നു. ഉസ്താദിനെ കാണാൻ ചെന്നപ്പോ ഉസ്താദ് എന്നോട് പറഞ്ഞു, എനിക്ക് ഈ ലോകം എനിക്ക് കാണേണ്ടതില്ല, ഈ ലോകത്തെ എനിക്ക് കാണേണ്ട ആവശ്യം ഇനിയില്ല. കാരണം ലോകം ആകെ ഫസാദായി പോയിട്ടുണ്ട്. കാണാൻ പറ്റുന്ന ഒന്നും ഇവിടെ ഇല്ലാതെയായിപ്പോയി. അതുകൊണ്ട് റബ്ബ് എന്റെ കാഴ്ച എടുത്തു കളഞ്ഞതാണ് എന്നും പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, എനിക്കെന്റെ കണ്ണിന്റെ കാഴ്ച ഇനി വേണ്ട എന്ന് ചിന്തിച്ചു പോയ മഹാന്മാർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? എത്ര മഹാന്മാരുമായി ബന്ധപ്പെട്ടത് പറയാൻ കഴിയും, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ രൂപത്തിൽ ചിന്ത കൊടുക്കേണ്ട വിഷയം ഇതാണ്. ഇവിടെ എല്ലാ വസ്തുക്കളും അള്ളാഹു പടച്ചത് മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ എല്ലാ വസ്തുക്കളിലും മനുഷ്യനിക്ക് വലിയ പാഠങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയ കടലുകൾ അള്ളാഹു സൃഷ്ടിച്ചല്ലോ. എന്താണ് കടലിലെ അത്ഭുതങ്ങൾ? ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നുണ്ട്. കടലിൽ എത്ര കാലമായി മത്സ്യം പിടിക്കുന്നു, പക്ഷേ അതിലെ മത്സ്യങ്ങൾക്കൊരു അറുതി വരുന്നില്ലല്ലോ, അവസാനം വരുന്നില്ലല്ലോ. ഇനി എന്തെല്ലാം വസ്തുക്കൾ കടലിലുണ്ട്. കരയേക്കാൾ കൂടുതൽ കടലല്ലേ. ഈ കടലിലേക്കൊന്ന് ഇറങ്ങി തിരിച്ചാൽ മനുഷ്യനുണ്ടോ? അവനിക്ക് കടലിന്റെ വലിയ മഹത്വങ്ങൾ എണ്ണി തീർക്കാൻ കഴിയുന്നുണ്ടോ? മനുഷ്യനിക്ക് അള്ളാഹു വെച്ചുകൊടുത്ത വലിയ 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 അനുഗ്രഹങ്ങൾ എത്രയാണ്, അതൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. നമ്മളതാ ഇതൊക്കെ വിസ്മരിച്ചുപോയി, എന്നിട്ട് തോന്നിവാസത്തിൽ ജീവിക്കുന്നു. ഇതിന്റെ കാരണമാണ് ഇവിടെ ഒരല്പകാലത്തെ ജീവിതമുള്ളൂ എന്നുള്ള ചിന്ത മനുഷ്യന്റെ മനസ്സിൽ ഇല്ലാതെയായി പോയി. ഈ ഒരൊറ്റ കാരണമാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ ഈ കാരണമാണ് അതിനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു, മരണത്തെ ഓർത്താൽ 3 വലിയ ബഹുമാനങ്ങൾ അവനിക്ക് നൽകും. അത് ഞാൻ പറഞ്ഞു. ഒന്ന് തൗബ ഉളരിപ്പിക്കാനുള്ള മനസ്സ്, മറ്റൊന്ന് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സ്, മറ്റൊന്ന് ആരാധന കർമ്മങ്ങളിൽ അവനിക്ക് വല്ലാത്ത താൽപര്യവും ഉന്മേഷവും ഉണ്ടാവുക. ഇനി നോക്കൂ, അമൻ നസിയൽ മൗത, മരണത്തെ മറന്നവൻ, മരിക്കുമെന്നതിനെക്കുറിച്ച് ചിന്തയില്ലാത്തവൻ, ഊഖിബ ബിതലാത്തതി അശിയാ, 3 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവനെ അദാബ് ചെയ്യും. ഏതാ 3 കാര്യങ്ങൾ? ഒന്ന്, അവനിക്ക് തൗബ ചെയ്യാനുള്ള മനസ്സ് വരില്ല. ഒന്ന്, നമുക്ക് തൗബ ചെയ്യാനുള്ള മനസ്സ് വരില്ല. ഞാൻ ഈ അടുത്ത് നെല്ലിപ്പറമ്പിൽ മരണപ്പെട്ട ചെറുപ്പക്കാരനെ പറ്റി, അവിടെയുള്ള അവന്റെ അയൽവാസിയായ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് ഓർത്തുപോയി. എന്താ പറഞ്ഞത്? 3 കുട്ടികളുള്ള ഈ ചെറുപ്പക്കാരൻ, ചെറിയ കുട്ടിക്ക് 1.5 വയസ്സ് പ്രായമാണ്. ഈ ചെറിയ കുട്ടി അതാ വിളിച്ചു ചോദിക്കുന്നു, ഉപ്പയെവിടെ? ഉപ്പ എന്താ വരാത്തെന്ന് വിളിച്ചു ചോദിക്കുമ്പോ, ഓ സഹോദരന്മാരെ, വല്ലാത്ത അവസ്ഥയാണ്. ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ. ഇവിടെ ആരും അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കരിക്കാൻ ആർക്കും പറ്റിയ ലോകമല്ല. അതാണ് ഇവിടെ മരണത്തെ ഓർക്കണം. മരണത്തെ ഓർക്കുന്നവനക്ക് അല്ലാഹു തആല 3 ബഹുമാനം കൊടുത്തെങ്കിൽ മരണത്തെ വിസ്മരിച്ചു കളഞ്ഞവൻ, അവൻ മരണത്തെ മറന്നു കളഞ്ഞവൻ, 3 ഇഖാബുകളെ കൊണ്ട് അല്ലാഹു അവനെ ഇഖാബ് ചെയ്യുന്നു. ഒന്ന്, തൗബ ചെയ്യാനുള്ള മനസ്സ് വരില്ല. അവനിക്ക് തൗബ ചെയ്യാനുള്ള മനസ്സ് വരില്ല. രണ്ടാമതായി,
അവൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് വരില്ല. അല്ലാഹു കൊടുത്തതിൽ അവൻ പ്രതിഷേധം രേഖപ്പെടുത്തുന്നവനാണ്. അതല്ലേ അസൂയ എന്ന് പറഞ്ഞത്. ഒരാൾ അല്ലാഹു പണ്ഡിതനാക്കിയപ്പോൾ ആ പണ്ഡിതനക്ക് അല്ലാഹു തആല ധാരാളം അറിവുകളും വലിയ നിഅമത്തുകളും കൊടുത്തിട്ടുണ്ട്. മിസ്റിൽ ചെന്നാൽ നമുക്ക് കാണാം, അവിടെ ഒരു വലിയ പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഇന്നത്തെ പേര് ജാമിഉ അംർ ഇബ്നുൽ ആസ് എന്ന പള്ളിയാണ്. അതിന്റെ പേര് ജാമിഉ അംർ ഇബ്നുൽ ആസ് എന്നാണ്. പഴയ കാലത്ത് ഇതിന്റെ പേര് ജാമിഉൽ ഫുസ്താത്തി എന്നാണ്. അവിടെയാണ് ഇമാമുന ശാഫി തങ്ങൾ ഒരുപാട് കാലം ദർസ് നടത്തിയ സ്ഥലം. അവിടത്തെ അരികിലേക്ക് ആയിരക്കണക്കിന് വലിയ പണ്ഡിതന്മാര് പഠിക്കാൻ വരുന്നു, അറിവ് നേടാൻ വരുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടപ്പം വേറെ ചില ആലിമീങ്ങൾക്ക് വല്ലാത്ത അസൂയ. എന്താണ് ഷാഫി ഇമാമിന്റെ അരികിലേക്ക് മാത്രം ഇത്രത്തോനെ ജനങ്ങൾ അറിവ് പഠിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ചിന്തിച്ച് ഷാഫി ഇമാമിനെ ആക്ഷേപിക്കാനും എതിർക്കാനും അവസാനം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചു. ഷാഫി ഇമാമിന്റെ മരണത്തോട് ബന്ധപ്പെട്ട അതിന്റെ കാരണം തന്നെ ഈ തരത്തിലുള്ള ആളുകൾ മാറി നിന്ന് അടിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. വഫാത്തിന്റെ കാരണം വരെ അതാണെന്ന് എഴുതി വെച്ചവരുണ്ട്. അതെന്താണ് അസൂയ? അസൂയ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവനക്ക് മറ്റുള്ളതിന്റെ തൃപ്തിപ്പെടാൻ സാധിക്കൂല. നമ്മളെപ്പോഴും ചിന്തിക്കണം, ഒരാൾക്ക് അല്ലാഹു നിഅമത്ത് കൊടുത്താൽ അൽഹംദുലില്ലാഹ് അതിൽ സന്തോഷം പ്രകടിപ്പിക്കണം. ഇത് ഈമാനിന്റെ ലക്ഷണമാണ്. നേരെ മറിച്ച് ഇത് വരാത്തവന്റെ അവനിക്കതാ മരണത്തെക്കുറിച്ച് ബോധമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ വത്തകാസുലി ഫിൽ ഇബാദത്തുകളിൽ വലിയ മടിയാണ്. അവൻ സുന്നത്ത് നിസ്കരിച്ചവനല്ല, ഫർദിനെ കുറിച്ച് തീരെ ബോധമില്ല. ഇബാദത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ മനസ്സ് വരില്ല. 5 നേരത്തെ ബാങ്ക് കേൾക്കുന്നുണ്ട്, പക്ഷേ ബാങ്ക് കേൾക്കുന്നതിനനുസരിച്ച് അവൻ ഉറക്കത്തിന് സ്ട്രോങ് കൂട്ടുകയാണ്. അതല്ലെങ്കിൽ പള്ളിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ്. ഓ സഹോദരന്മാരെ, ഇതൊക്കെ മരണത്തെക്കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി പറഞ്ഞു, തൂബു ഖബ്ല അൻ തമൂതു, മരണത്തിന്റെ മുമ്പ് തൗബ ചെയ്യണം. വബാദിറു ബിൽ അഅമാലി സ്വാലിഹാ ഖബ്ല അൻ തുശ്ഗലൂ, നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് നിങ്ങൾ വേഗമാക്കണം. ഉളരി നിങ്ങൾ ചെയ്യണം. പരമാവധി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ പറ്റുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾ ചെയ്യണം. കാരണം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഖബ്ലാൻ തുശ്ഗലു, നിങ്ങൾക്ക് അതിന് സമയം കിട്ടിയില്ലെന്ന് വരാം. ചെറുപ്പക്കാരെ, ചെറുപ്പകാലത്ത് തന്നെ അത് ശീലിക്കണം. 5 വക്ത് നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഒരു ദിവസവും ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മുത്തുനബിയെ കുറിച്ച് ചിന്തിച്ച് സ്വലാത്ത് ചൊല്ലാത്ത ദിവസങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞാൽ ശുഗൽ വരും, പിന്നെ ആരാധന കർമ്മങ്ങൾക്ക് അവസരം ഒരുപക്ഷേ ലഭിച്ചില്ലെന്ന് വരാം. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന സമയം മുതലാക്കണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹി പറയുന്നത്, വസിലുല്ലദീ ബൈനകും വബൈന റബ്ബികും ബികത്റതി ദിക്രികും ലഹു. പിന്നെ റസൂലുള്ളാഹി പറയാണ്, വസിലുല്ലദീ, ഒരു കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? അഥവാ ഒരു ബന്ധത്തെ നിങ്ങൾ നിലനിർത്തിക്കൊള്ളണം. ഒരു ബന്ധം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആ ബന്ധത്തെ നിങ്ങൾ ഒഴിവാക്കി കളയരുത്. ആ ബന്ധം നിങ്ങൾ നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. എതാണ് ആ ബന്ധം? ബൈനക്കും വബൈന റബ്ബിക്കും, നിങ്ങൾക്കും നിങ്ങളെ റബ്ബിന്റെ ഇടയിലുമുള്ള ബന്ധത്തെ നിങ്ങൾ നിലനിർത്തുക. എങ്ങനെയാണ് നിലനിർത്തൽ? ബികത്റതി ദിക്രികും ലഹു, നിങ്ങൾ ആ റബ്ബിനെ ഓർക്കലിനെ പെരുപ്പിക്കുക. ഏറ്റവും വലിയ ഓർക്കലാണ് നമ്മുടെ നിസ്കാരം. ആ നിസ്കാരമാണ് ഏറ്റവും വലിയ ഓർക്കൽ. റബ്ബിനെ ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം നിസ്കാരമാണ്. നിസ്കാരത്തിൽ തന്നെ സുജൂദിൽ കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ റബ്ബിനെ ചിന്തിക്കേണ്ട സമയമാണ്. ഏറ്റവും കൂടുതൽ
അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ അല്ലാഹുമായി അടുക്കുന്ന സമയം അവൻ സുജൂദിൽ കിടക്കുന്ന സമയമാണ്. ഇമാം ബുഖാരി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇതുകൊണ്ട് മാത്രമല്ല, റബ്ബിനെ ഓർക്കുക, ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് നിങ്ങൾ റബ്ബിനോടുള്ള ബന്ധം നിലനിർത്തുക. ഇത് പറഞ്ഞിട്ട് പറയുന്നു, വകസ്റത്തി സ്വദഖതി ഫിസ്സിർരി വൽ അലാനിയ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്വദഖയെ പെരുപ്പിക്കുക, ദാനധർമ്മങ്ങളെ പെരുപ്പിക്കുക. ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യമായും പരസ്യമായും നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക. എന്തിനാണ് ഇത് നിങ്ങൾ ചെയ്യുന്നത്? ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് തുർസഖൂ വതുൻസറൂ വതുജ്ബറൂ, ചെയ്യുന്തോറും നിങ്ങൾക്ക് വർദ്ധിക്കും കേട്ടോ, സഹായം ലഭിക്കും കേട്ടോ, പോരായ്മകൾ പരിഹരിക്കപ്പെടും കേട്ടോ. ദാനം കൊടുക്കുന്നവർക്ക് അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കും. അതല്ലേ നമ്മുടെ മദ്രസകളും നമ്മുടെ പള്ളികളും ഈ കേരളക്കരയിൽ എന്നല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ദീനീ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നടക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനോ പാവപ്പെട്ട ആളുകൾ സ്വതക്ക ചെയ്യുന്നത് കൊണ്ടല്ലേ, ഇവിടത്തെ മുതലാളിമാര് ദാനധർമ്മങ്ങൾ ചെയ്യൽ കൊണ്ടല്ലേ. ഇതുകൊണ്ടാണ് ഇവിടത്തെ ദീനിന്റെ നിലനിൽപ്പ്. റബ്ബേ, ആരൊക്കെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ചവരുണ്ടോ അവരെ മുഴുവനും നീ സഹായിക്കണം അല്ലാഹ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഞാനും നിങ്ങളും പരമാവധി റബ്ബിനെ ഓർക്കുക. എപ്പോഴും അവനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക. ഇങ്ങനെ വരുന്ന മനുഷ്യനിക്ക് മരണസമയത്തും ഇതേ ചിന്ത നിലനിൽക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അവനിക്ക് മരണസമയത്ത് പേടിക്കേണ്ടതില്ല. നിങ്ങൾക്കറിയില്ലേ, മഹാനായ അബൂ ഹുറൈറ അദ്ദൗസി എന്ന് പറയുന്ന വലിയ സ്വഹാബി. ആരാണ് അബൂ ഹുറൈറ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഓ സഹോദരന്മാരെ, മഹാനായ ഇബ്നു ലഹീഹ എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ അവിടുന്ന് പറയുകയാണ്, ഖാല ഹദ്ദസനൽ വലീദ് ഇബ്നു അബിൽ വലീദ്. ഈ ഇബ്നു ലഹീഹ എന്ന് പറയുന്ന ആള് പറയാണ്, ഞങ്ങൾക്കതാ ഞാനും എന്റെ കൂടെ മറ്റു പലരുമുണ്ട്, അതുകൊണ്ടാണ് ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ ഹദ്ദസന എന്ന് പ്രയോഗിക്കുന്നത്. എന്നിട്ട് പറയുന്നു, വലീദ് ഇബ്നു അബിൽ വലീദ് എന്ന് പറയുന്ന ആള്, ആ മഹാന് ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തന്നു. എന്താ പറഞ്ഞു തന്നത്? അന്ന റജുലൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടത്തെ ശിഷ്യന്മാരിൽ നിന്ന് ഒരാള്, അത് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി. ഈ പറഞ്ഞ ആള് ആരാണ്? അബൂ ഹുറൈറ അദ്ദൗസി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ നിന്നാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തി. ആ അബൂ ഹുറൈറ തങ്ങൾക്ക് അവിടത്തേക്ക് ഹളറവുൽ മൗതു, മരണം ആസന്നമായപ്പോൾ, ഫഖീല ലഹു, അതാ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് അബൂ ഹുറൈറ ഫബക്കാ, അബൂ ഹുറൈറ തങ്ങൾ കരയാൻ തുടങ്ങി. കരയുക തന്നെ, കരഞ്ഞ് കരഞ്ഞ് അതാ ദീർഘനേരം കരയുകയാ. അവിടെന്ന് ചോദിച്ചു, ഫഖീല ലഹു മാ യുബ്കീക, നിങ്ങളെ കരയിപ്പിച്ച കാര്യം എന്താണ്? ഉടനെ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത വാക്കാണ് പറഞ്ഞത്. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ട വാക്കാണ്. എന്താണെന്നറിയുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബായ നബിതങ്ങളോടുകൂടെ 3 കൊല്ലം ഒപ്പം നടന്ന മഹാൻ. നബിതങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ടോ ആ പറയുന്ന കാര്യങ്ങൾക്ക് മുഴുവനും വലിയ ബഹുമാനം കൽപ്പിച്ച മഹാൻ. ആ മഹാനെപ്പറ്റി ആളുകളൊക്കെ പറഞ്ഞിരുന്നത് അക്തറ അബൂ ഹുറൈറ, അക്തറ അബൂ ഹുറൈറ,
അബൂ ഹുറൈറ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ ഒരുപാട് ഇൽമുകൾ പ്രചരിപ്പിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് അതാ സഹോദരിമാരെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ വലിയ ബഹുമാനങ്ങൾ ജനങ്ങൾ ഇങ്ങനെ പറയും. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനക്ക് കിട്ടിയത് മുഴുവനും കിട്ടാനുള്ള കാരണം എന്താണ്? നബി തങ്ങളുടെ പ്രാർത്ഥനയാണ്, നബി തങ്ങളുടെ വലിയ അവിടുത്തെ വലിയ സ്നേഹമാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ അവിടത്തേക്ക് എത്ര ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്, നബി തങ്ങൾ അവിടത്തെ എത്ര ആശീർവദിച്ചിട്ടുണ്ട്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണസമയത്ത് കരയുന്നു. ചോദിച്ചുപോയി, എന്താ കരയുന്നത്? ഉടനെ പറഞ്ഞു, ഒന്നുമല്ല, ഞാൻ കരഞ്ഞത് അമാ അന്നീ ലാ അബ്കി അല ദുനിയാ, ദുനിയാവിന് വേണ്ടി കരഞ്ഞതല്ല കേട്ടോ, ദുനിയാവെനിക്ക് പ്രശ്നമല്ല കേട്ടോ, വലാകിന്നി അബ്കി, മറിച്ച് ഞാൻ കരഞ്ഞതെന്തിനാണെന്നറിയോ? അവിടുന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അഹാഖു അൻ അകൂന കുന്തു അഖൂലു ഖൗലൻ നഹ്സിബുഹു അയ്യിനാ. അവിടുന്ന് പറഞ്ഞു, ഞാൻ വല്ലാതെ പേടിക്കുകയാണ്, ഞാൻ നിസാരമാണ് എന്ന് കരുതി പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ വൗവ ഇൻദല്ലാഹി അളീം, ഞാൻ നിസാരമാണ് എന്ന് കരുതിയിട്ട് ഞാൻ പറയുന്ന ഈ വാക്ക് വൗവ ഇൻദല്ലാഹി അളീം, റബ്ബിന്റെ അരികത് വലിയ പാപമായി പോകുമോ, റബ്ബിന്റെ അരികത് വലിയ പ്രശ്നമായി തീരുമോ എന്ന് ചിന്തിച്ച് ഞാൻ കരഞ്ഞുപോയതാണ്. ഓ സഹോദരന്മാരെ, ജീവിതം മുഴുവനും നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് ധന്യമാക്കിയ അബൂ ഹുറൈറ തങ്ങൾ മരണസമയത്ത് കരഞ്ഞെങ്കിൽ അതെന്തിനാണ്? വല്ലപ്പോഴും വല്ല വാക്ക് നിസാരമാണെന്ന് കരുതി പറഞ്ഞുപോയ വാക്ക് റബ്ബിന്റെ അരികെ വലിയ പ്രശ്നമായി തീരുമോ എന്ന് ചിന്തിച്ച് കരഞ്ഞെങ്കിൽ, എന്ന് ചിന്തിച്ച് വലിയ വിഷമം പ്രകടിപ്പിച്ചെങ്കിൽ, ഓ സഹോദരന്മാരെ, ഇങ്ങനെയാണ് മാന്മാര് മുഴുവനും ജീവിച്ചത്, ഇങ്ങനെയാണ്. അല്ലാഹു നമ്മുടെ മരണസമയവും സന്തോഷത്തിലാക്കി തരട്ടെ. ഇത് തന്നെയല്ലേ ഇമാമുന ശാഫിഈ തങ്ങൾ അവിടുന്ന് അതാ മരണത്തോട് അടുത്തെത്തിയ സമയത്ത് ഒരു ദിവസം അവിടുത്തെ ശിഷ്യനായ ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു അവിടുന്ന് അതാ ഇമാമുന ശാഫിഈ തങ്ങളെപ്പറ്റി അവിടുന്ന് പറയുന്നു, ഈ സംഭവം അതാ ഇമാമുന ശാഫിഈ തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് പ്രത്യേകം രേഖപ്പെടുത്തി വെച്ച സംഭവമാണ്, അവിടെ പ്രത്യേകം എഴുതി വെച്ച സംഭവമാണ്. മിസ്റിലെ ഖറാഫ എന്ന് പറയുന്ന വലിയ മക്ബറയിൽ ഇമാമുന ശാഫിഈ തങ്ങളെ മക്ബറയുണ്ടല്ലോ, വലിയ ഒരു കുബ്ബയായി, വലിയ ഒരു കുബ്ബ ആ മക്ബറക്ക് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷേ ഏറ്റവും വലിയ കുബ്ബ എന്ന് അതിനെപ്പറ്റി പറഞ്ഞേക്കാം, പറയാൻ പറ്റിയേക്കാം. വലിയ കുബ്ബയാണ്. നവവി ഇമാം പറഞ്ഞു, ഷാഫി ഇമാമിന്റെ മൻസിബോട് അവിടുത്തെ ദറജയോട് യോജിച്ച രൂപത്തിലുള്ള കുബ്ബയാണ് കൊടുത്തിട്ടുള്ളത്. ആ കുബ്ബക്ക് താഴെയായി ഇമാമുന ഷാഫി തങ്ങളെ ഖബറുണ്ട്. ആ ഖബറിന്റെ തൊട്ടു പരിസരത്ത് ബഹുമാനപ്പെട്ട ശൈഖുൽ ഇസ്ലാം സക്കരിയൽ അൻസാരി തങ്ങളെ ഖബറുണ്ട്. ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഷാഫി ഇമാമിന്റെ മരണസമയത്തെ അവസ്ഥകൾ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം, ഇമാം മുസ്നി തങ്ങൾ പറഞ്ഞു, ദഖൽതു അല ശാഫിഈ റളിയല്ലാഹു അൻഹു ഫീ ഇല്ലത്തി മാത അലൈഹാ. ഷാഫി ഇമാം ആ മരണപ്പെട്ട ആ രോഗത്തിൽ, മരണത്തോട് മല്ലിട്ട രോഗത്തിൽ ഞാൻ ഷാഫി ഇമാമിന്റെ അരികിലേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ചോദിച്ചു, കൈഫ അസ്ബഹത യാ ശൈഖി, ഇന്ന് എന്താണ് അവിടുത്തെ വിശേഷം, എന്താണ്?
ഇന്നത്തെ പ്രഭാതത്തിൽ വല്ല സുഖമുണ്ടോ, വല്ല സമാധാനവുമുണ്ടോ? ഇതങ്ങ് ചോദിച്ചപ്പോൾ ഇമാമുന ശാഫിഈ തങ്ങൾ അവിടെ പറഞ്ഞതെന്താണ്? അവിടുന്ന് പറഞ്ഞു, فقال أصبحت من الدنيا راحلا ولإخواني مفارقا ولكأس المنية شاربا ولسوء أعمالي ملاقيا وعلى الله واردا. അവിടുന്ന് പറഞ്ഞത് അസ്ബഅ്തു മിനദ് ദുനിയ, ഇന്നത്തെ പ്രഭാതം ഈ പ്രഭാതത്തിൽ ഞാൻ പ്രവേശിച്ചത് മിനദ് ദുനിയ റാഹില, യാത്രക്ക് ഒരുങ്ങിയവനായിട്ടാണ് ഇന്ന് നേരം വെളുത്തത്. മാത്രമല്ല വലിഖ്വാനി മുഫാരിഖ, എന്റെ കൂട്ടുകാരോട് വിട പറയാൻ ഒരുങ്ങിയിട്ടാണ് നേരം വെളുത്തത്. എന്നിട്ട് പറഞ്ഞു വലികസിൽ മനിയത്തി ശാരിബാ, മരണത്തിന്റെ കോപ്പയെ മോന്തിക്കുടിക്കുന്നവനായിട്ട് ആ ഒരവസ്ഥയിലാണ് ഇന്ന് ഞാൻ നേരം വെളുത്തത്. മാത്രമല്ല എനിക്ക് പേടി തോന്നുന്ന കാര്യം എന്താണ്? വലിസൂഇ അഅമാലി മുലാഖിയ, എന്റെ ചീത്ത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് നേരം വെളുത്തത്. വഅലല്ലാഹി തആല വാരിദാ, റബ്ബിന്റേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കി, റബ്ബിന്റെ സന്നിധാനത്തിലേക്കുള്ള പോക്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ഞാൻ നേരം വെളുത്തിട്ടുള്ളത്. ഇതും പറഞ്ഞിട്ട് ഫലാ അദിരി അറൂഹി തസീറു ഇലൽ ജന്ന അം ഇലൻ നാർ, എന്റെ ആത്മാവ് എന്റെ റൂഹ് സ്വർഗത്തിലേക്കാണോ പോവുക, അതല്ല നരകത്തിലേക്കാണോ പോകുക? സ്വർഗത്തിലേക്ക് എന്റെ ആത്മാവിനെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ സ്വീകരിക്കപ്പെടുമോ, അതല്ല നരകത്തിലേക്ക് എന്റെ ആത്മാവിനെ വലിച്ചു കൊണ്ടുപോകുമോ എന്നെനിക്ക് പിടുത്തമില്ല, എനിക്ക് അറിവില്ല. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഷാഫി ഇമാം അതാ സുമ്മ ബകാ, അവിടെ നിന്ന് കരഞ്ഞു. ഷാഫി ഇമാം ബൈത്തങ്ങ് ചൊല്ലി, വലമ്മ ഖസാ ഖൽബി വളഖത് മദാഹിബി ജഅൽതു الرجا مني لعفوك سلما. അവിടെ നിന്ന് ചൊല്ലിയ ബൈത്ത് വളരെ കൂടുതൽ വിശദീകരിക്കേണ്ട ബൈത്താണ്. ഷാഫി ഇമാം മരണത്തിന്റെ തൊട്ടുമുമ്പ് ചൊല്ലിയ ബൈത്ത് എന്താണ്? വലമ്മ ഖസാ ഖൽബി, പടച്ച റബ്ബേ എന്റെ ഹൃദയമൊക്കെ കുടുസായപ്പോൾ, എന്റെ വൈകളൊക്കെ കുടുസായപ്പോൾ, ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമാ, എന്റെ പ്രതീക്ഷ മുഴുവനും നിന്റെ വലിയ വിട്ടുവീഴ്ചയാണ് അല്ലാഹ്, നീ വലിയ വിട്ടുവീഴ്ച ചെയ്യുന്ന യജമാനനാണല്ലോ. എന്നിട്ട് പറഞ്ഞു തഅലമനി ദംബി ഫലമ്മാ ഖറംതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ളമാ. പടച്ച റബ്ബേ എന്റെ പാപം വളരെ വലുതാണ് കേട്ടോ, പക്ഷേ എന്നാലും എന്റെ പാപത്തിനെ ഞാൻ റബ്ബിന്റെ വിട്ടുവീഴ്ചയിലേക്കൊന്ന് തുലനം ചെയ്തപ്പോൾ, അവിടേക്കൊന്ന് തട്ടിച്ചു നോക്കിയപ്പോൾ, ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ളമാ. പടച്ച റബ്ബേ നിന്റെ വലിയ വിട്ടുവീഴ്ചയാണ് വലുത് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്.
എന്നും ഇമാമുന ശാഫിഈ തങ്ങൾ എന്നടങ്ങുന്ന ബൈത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് പിന്നീട് കലിമ ചൊല്ലി വഫാത്തായി പോയി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയവരാണെങ്കിൽ നാളെ നമ്മൾ എവിടെയാണെന്ന് പറയാൻ സാധ്യമല്ല. അല്ലാഹു നമ്മുടെ ഈമാനും സലാമത്താക്കി നല്ല മരണം നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. മരണത്തിനുള്ള ഒരുക്കം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് എന്നോടും നിങ്ങളോടും പ്രത്യേകമായി ഉപദേശിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. ആഫിയത്തും ആരോഗ്യവുമുള്ള സമയത്ത് പരമാവധി ഇബാദത്തുകൾ പെരുപ്പിക്കണം. അതാണ് ഔലിയാക്കളുടെ വഴിയെന്ന് മനസ്സിലാക്കി, അതാണ് സൂഫിയാക്കൾ കാണിച്ചു തന്ന മാതൃകയെന്ന് മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തി. ആരോടും വിദ്വേഷം വെക്കാതെ, ആരോടും എതിർപ്പ് വെക്കാതെ, നല്ലവരായ ജനങ്ങളോട് മുഴുവനും താല്പര്യം കാണിച്ച് നല്ലതിനെ മുഴുവനും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അർഹമുർ-റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ ഖാലിഖും റാസിഖുമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് ഒരുപാട് കാലം നിന്റെ ദീനിന് ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. നിന്റെ ദീനിന് വേണ്ടി, സുന്നത്തു ജമാഅത്തിന് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ, വളരെ ആത്മാർത്ഥമായി അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. റബ്ബേ, ഈ നശ്വരമായ ദുനിയാവിനെ പൂജിച്ച് ഇതിന്റെ പിന്നാലെ മാത്രം നോടി നടന്ന് ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുന്നവര് ദുരവസ്ഥ ഞങ്ങൾക്കോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ പ്രവർത്തകന്മാർക്കോ ഞങ്ങളെ ഗുണകാംക്ഷികൾക്കോ സഹായികൾക്കോ ഒരാൾക്കും നൽകല്ല അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കാരണവന്മാര്, സഹോദരന്മാര്, സഹോദരിമാര്, കുടുംബത്തിലെ കാരണവന്മാര് പലരും രോഗികളാണ് അല്ലാഹ്. ഞങ്ങളെ പുതുപ്പറമ്പിലെ അബ്ദുൽ ലത്തീഫ് ഹാജി അടക്കം പലരും രോഗികളാണ് അല്ലാഹ്. മാരക രോഗങ്ങൾ പിടിപെട്ട് റബ്ബേ, തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചവരുണ്ട് റബ്ബേ. ഊരയുടെ ഭാഗത്ത് വലിയ ട്യൂമർ വന്ന് ഡോക്ടേഴ്സ് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വലിയ വിഷമത്തിൽ കഴിയുന്ന 12 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് റബ്ബേ. തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച് വെള്ളം ഇറങ്ങാൻ പ്രയാസപ്പെടുന്ന, ഭക്ഷണം ഇറക്കാൻ പ്രയാസപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട പ്രവർത്തകന്റെ കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ലിവറിന്റെ ഭാഗത്ത് ക്യാൻസർ ബാധിച്ച് അബോധാവസ്ഥയിൽ കഴിയുന്ന എത്ര ആളുകളുണ്ട് റബ്ബേ. ഞങ്ങളെ പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് ഹാജി അടക്കമുള്ളവർ പലരും മാരക രോഗത്തിന്റെ പിടിയിലാണ് അല്ലാഹ്. നീയാണ് ഷാഫി അല്ലാഹ്, നീ ശിഫ നൽകണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളെ അഭിവന്യരായ ഉസ്താദന്മാരും ഞങ്ങളെ പണ്ഡിതന്മാര്, പ്രവർത്തകന്മാരും ഞങ്ങളെ ഒരുപാട് കാരണവന്മാര്, ഉമറാക്കള് പലരും രോഗികളാണ് അല്ലാഹ്. എല്ലാവർക്കും സലാമത്ത് നൽകണം അല്ലാഹ്. നീ സലാമത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം നിന്നു പോകുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് ക്ഷീണങ്ങളോ രോഗങ്ങളോ മറ്റ് പ്രയാസങ്ങളോ നൽകല്ല അല്ലാഹ്. മക്കളില്ലാത്ത പലരും റബ്ബേ ഇവിടെയുണ്ട്, ഞങ്ങളെ കുടുംബങ്ങളിലുണ്ട്, നാട്ടിലുണ്ട്, പ്രവർത്തകന്മാരിലുണ്ട്. എല്ലാവർക്കും സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യമാര്, സന്താനങ്ങളും
ഉപ്പമാര് ഉമ്മമാര് എല്ലാവർക്കും നീ പൂർണ്ണ ശിഫ നൽകണം അല്ലാ. റബ്ബേ, പരിബാധിച്ച് കടപ്പിലായവരുണ്ട് റബ്ബേ, ശക്തിയേറിയ ഛർദി കൊണ്ട് വിഷമിക്കുന്നവർ, ഭക്ഷണം കഴിച്ചാൽ ഛർദി വരുന്നവര്, ഉറങ്ങിയാൽ ഉറക്കം, രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരാത്തവർ നീ സലാമത്ത് നൽകണം അല്ലാ. റബ്ബേ, ഞങ്ങളിൽ പലരും അജുദ്ദേശിക്കുന്നവരാണ്, ഞാനടക്കം അതിനു വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ്. റബ്ബേ, ഞങ്ങൾക്ക് പുണ്യമായ മദീനയിലും പരിശുദ്ധമായ മക്കയിലും എല്ലാ മുഖദ്ദസത്തായ എല്ലാ സ്ഥലങ്ങളിലും എത്താൻ, അവിടെയൊക്കെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. റബ്ബേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്തുകൾക്ക് നീ ഞങ്ങൾക്ക് അവസരം നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് മുത്തുനബിയെ ഒന്ന് കാണാൻ, അവിടത്തെ പ്രക്ഷോഭിത മുഖമൊന്ന് കാണാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. റബ്ബേ, അവിടത്തെ ഇത്തിബാ ചെയ്തു അവിടുന്ന് കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ, ഹറാമുകളില്ലാതെ തിന്മകളില്ലാതെ നന്മകളിൽ ഒതുങ്ങി നിന്ന് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പഠനകാലം മുതൽ ഈ കാലം വരെ ഞങ്ങളെ സഹായിച്ച എത്രയോ ആളുകളുണ്ട്. ഭക്ഷണം നൽകിയവർ, സാമ്പത്തിക സഹായം നൽകിയവർ, ഞങ്ങളെ സ്ഥാപനത്തിന് സഹായം നൽകിയവര്. റബ്ബേ, ഞങ്ങൾ വിദേശ നാടുകളിൽ ചെന്നപ്പോൾ പറയാതെ തന്നെ സഹായിച്ചവരുണ്ട്. ചെറിയ തോതിലൊന്ന് പറഞ്ഞപ്പോഴേക്കും വലിയ തോതിൽ സഹായിച്ച ഒരുപാട് ആളുകൾ, നിന്റെ ദീനിനെ സ്നേഹിച്ച് സഹായിച്ച എത്രയെത്ര മുഅ്മിനീങ്ങളാണ്. അവർക്കൊക്കെ നീ വലിയ ബർക്കത്ത് നൽകണം അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും റബ്ബേ വലിയ വലിയ കടബാധ്യതയുണ്ട് റബ്ബേ. അതൊക്കെയും വീട്ടാനുള്ള വഴികൾ നൽകണം അല്ലാഹ്. റബ്ബേ, നീ നൽകിയ മക്കളെ മുഴുവനും നല്ല ദീനുള്ള തഖ്വയുള്ള തന്റെ ഇടമുള്ള നല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായ നല്ല ബോധമുള്ള മക്കളാക്കണം അല്ലാഹ്. ഞങ്ങളെ ധാരാളം മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാര്, SYS-ന്റെയും SSF-ന്റെയും SBS-ന്റെയും SMA-യുടെയും അങ്ങനെ തുടങ്ങി ഞങ്ങളെ സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെയും അങ്ങനെ തുടങ്ങി ഞങ്ങളെ ഒരുപാട് ഞങ്ങളെ പ്രാസ്ഥാനികമായ ഞങ്ങളെ സംഘ കൂട്ടായ്മയിൽപ്പെട്ട ഒരുപാട് ഞങ്ങളെ പ്രവർത്തകന്മാര്, ഞങ്ങളെ പ്രിയപ്പെട്ട നേതാക്കള് പലർക്കും ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ്. റബ്ബേ, പ്രവർത്തനത്തിൽ മുഴുകി എല്ലാം മറന്നുകളയുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് മുഴുവനും അവരെ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകണം അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ ശബ്ദം വിദേശ നാടുകളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലൂടെ ഈ മഹത്തായ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ, അർഹമുർ-റഹീമീനായ റബ്ബേ, അവർക്ക് മുഴുവനും നീ ബർക്കത്ത് നൽകണം അല്ലാഹ്. അവരെ ജോലിയിൽ വലിയ പുരോഗതിയും സന്തോഷവും റാഹത്തും സമാധാനവും നൽകണം അല്ലാഹ്. അവർക്ക് റബ്ബേ അവരെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ സലാമത്താക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രവാസികൾക്ക് നീ നിന്റെ കാവൽ നൽകണം അല്ലാഹ്. മക്കളെ തൊട്ട്, ഭാര്യയെ തൊട്ട്, ഉമ്മമാരെ തൊട്ട്, ഉപ്പമാരെ തൊട്ട്, ജ്യേഷ്ഠാനുജന്മാരെ തൊട്ട്, എത്രയോ ദൂരം പോയി അധ്വാനിക്കുന്ന രാപ്പകലില്ലാതെ
റബ്ബേ ചൂടും തണുപ്പുമൊന്നും പ്രശ്നമാക്കാതെ കൊടുത്തണുപ്പിലും കഠിന ചൂടിലും വളരെ പാടുപെട്ട് അധ്വാനിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ റബ്ബേ അവർക്ക് മുഴുവനും നീ വലിയ ബറക്കത്ത് നൽകി ആഫിയത്തും ആരോഗ്യവും അവർക്ക് നീ നിലനിർത്തി കൊടുക്കണം അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിക് സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ.